ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ മൂന്നാമത്തെ വീഡിയോയിലേക്കും മൂന്നാമത്തെ ടെക്നിക്കിലേക്കും സ്വാഗതം. ഈ വെല്ലുവിളിയിൽ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെന്തും ആകർഷിക്കാൻ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഒരു വിഷൻ ബോർഡ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു. വിഷ്വലൈസേഷൻ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു മാനസിക ഇമേജ് സൃഷ്ടിക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയെന്നും ആകർഷണ നിയമം സജീവമാകുകയും ലക്ഷ്യത്തെ വേഗത്തിൽ ആകർഷിക്കാൻ ദൃശ്യവൽക്കരണം എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾ പഠിച്ചു. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങളുടെ ലക്ഷ്യത്തിനായുള്ള സ്ഥിരീകരണങ്ങൾ എങ്ങനെ ആവർത്തിക്കാമെന്ന് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലക്ഷ്യം സ്ഥിരീകരിക്കുന്നതിനും ഉപബോധ മനസ്സിനെ പുനർനിർമ്മിക്കുന്നതിനുമായി നാം നമ്മോട് തന്നെ പറയുന്ന പോസിറ്റീവ് പ്രസ്താവനകളാണ് സ്ഥിരീകരണങ്ങൾ, അഫർമേഷൻ എന്നൊക്കെ പറയുന്നത്. പരിമിതമായ വിശ്വാസങ്ങളെ മറികടക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കാനും സ്ഥിരീകരണങ്ങൾ നിങ്ങളെ സഹായിക്കും. നമ്മുടെ ശീലങ്ങളെയും പെരുമാറ്റങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായ നമ്മുടെ ഉപബോധ മനസ്സുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സ്ഥിരീകരണങ്ങൾ. നമ്മുടെ ഉപബോധ മനസ്സ് വളരെ ശക്തമാണ്, മാത്രമല്ല വളരെ അനുസരണയുള്ളതുമാണ്. ചോദ്യം ചെയ്യാതെയും വിധിക്കാതെയും നമ്മൾ പറയുന്നതെന്തും അത് സ്വീകരിക്കുന്നു. അത് നമ്മുടെ വൈബ്രേഷനെയും സ്വാധീനിക്കുന്നു. നമുക്ക് എന്താണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് പ്രപഞ്ചത്തെ അറിയിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകർഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതിനകം ഉണ്ടെന്നും അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ നിങ്ങൾക്ക് അർഹതയുണ്ടെന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയേണ്ടതുണ്ട്. അതിനുള്ള മാർഗം സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയുക മാത്രമല്ല, അത് ഉണ്ടെന്നൊരു തോന്നൽ നിങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനർനിർമ്മിക്കുന്നതിനും നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിനുമുള്ള വളരെ ശക്തമായ മാർഗമാണ് സ്ഥിരീകരണങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന സ്ഥിരീകരണങ്ങളുടെ ഒരു ലിസ്റ്റും നിങ്ങളുടെ സമയത്തിൻ്റെ കുറച്ച് മിനിറ്റുകളും മാത്രമാണ് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥിരീകരണങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥിരീകരണങ്ങൾ പോസിറ്റീവും വർത്തമാനകാലത്തിലും വ്യക്തവുമായിരിക്കണം. ഉദാഹരണത്തിന്, കൂടുതൽ പണം ആകർഷിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ സമ്പന്നനും സമൃദ്ധവുമാണ്, അല്ലെങ്കിൽ പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസവുമായി ഒഴുകുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. എനിക്ക് കടമില്ല, അല്ലെങ്കിൽ എന്നെങ്കിലും പണം എനിക്ക് വരും എന്നിവ പോലെയുള്ള നെഗറ്റീവ്, ഭൂതകാലത്തിലുള്ളത് അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നതും നിങ്ങളോട് പ്രതിധ്വനിക്കുന്നതുമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, സമ്പന്നൻ എന്നതിന് പകരം സമൃദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി തോന്നുന്നതെങ്കിൽ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ സ്ഥിരീകരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം തോന്നുവോ അത്രത്തോളം ഫലപ്രദമാകും. നിങ്ങളുടെ സ്ഥിരീകരണങ്ങളുടെ ലിസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങൾ അവ ആവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും ആവശ്യമായി വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും
നിങ്ങൾക്ക് അവ ആവർത്തിക്കാം. നിങ്ങളുടെ സ്ഥിരീകരണങ്ങൾ എത്രയധികം ആവർത്തിക്കുന്നുവോ അത്രയധികം അവ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യം ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ മുന്നോട്ടു പോയി ഇന്ന് തന്നെ നിങ്ങളുടെ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുക. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടും പ്രപഞ്ചത്തോടും പറയുക, ഇവ എൻ്റെ സ്ഥിരീകരണങ്ങളാണ്, ഇവ സത്യമാണ്, ഞാൻ അവയിൽ വിശ്വസിക്കുന്നു, എനിക്ക് അവ അനുഭവപ്പെടുന്നു, നന്ദി നന്ദി നന്ദി. അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 3ാമത്തെ ചലഞ്ചും വിജയകരമായി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ചലഞ്ചിലെ 4ാമത്തെ ടെക്നിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അതുവരെ പോസിറ്റീവായി തുടരുക.